ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല തൈര് വടയാണ്. അതിന് ഒരു ഗ്ലാസ് ഉഴുന്ന് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് 1/2 ലിറ്റർ തൈരാണ്. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു കളർ വ്യത്യാസം വരും. അപ്പോൾ ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 3 വറ്റൽമുളകുകൾ ഇട്ടിട്ട് നല്ല പോലെ ബ്രൗൺ കളറായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി അതിലേക്കൊന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ തൈര് ഒഴിച്ചിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. നല്ലപോലെ ചൂടാറിയിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തൈര് വടയ്ക്കുള്ള തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്തേക്കുന്നത് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതുപോലെ തന്നെ നോർമൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടുവെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള നേരത്തെ അരച്ചിട്ടുള്ള മാവ് ഇവിടെ വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി വറക്കാനുള്ളതാണല്ലോ, അത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ളത് പാൻ ചൂടാക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു 5 കയ്യിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഓയിലൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ നോർമൽ വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ കയ്യിലിട്ട് കറക്കി ഉണ്ടയാക്കിയിട്ട് നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് നടുക്ക് ഹോളിട്ടിട്ട് തിളയ്ക്കുന്ന എണ്ണയിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ തൈര് വട നല്ല ഷേപ്പിൽ, അതായത് വട നല്ല ഷേപ്പിൽ, ഉഴുന്ന് വട നല്ല ഷേപ്പിൽ വരും. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒരു വശം വെന്ത് കഴിയുമ്പോൾ ബ്രൗൺ കളറാണ് വരേണ്ടത്. അപ്പോൾ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് 2 വശവും ഒന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളറാകുന്ന വരെ നല്ലപോലെ വേവിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ വട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ കിടക്കട്ടെ. അപ്പം നമ്മൾ എന്തിനാണ് ഇത് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ തൈരിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടയിലോട്ട് തൈര് അബ്സോർവ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വട ഒന്ന് പതിയൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തൈരിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ തൈര് വട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഈ തൈര് വട നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കില്ല, അതേപോലെ തന്നെയാണ്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയാമോ, നമ്മൾ കട്ടിത്തൈരാണ് ബെസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ പുളിയില്ലാത്ത തൈരാണെങ്കിൽ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പുളിയുള്ളത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ഒരു പീസ് എടുത്തിട്ട്, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. എനിക്കിഷ്ടമായി. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്, ഉപ്പ് പാകമാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.